ഫോറസ്റ്റിൻ്റെ കോർ സോണിൻ്റെ ഉള്ളിലുള്ള ഒരു പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവിലാണ് നമ്മുടെ സ്റ്റേ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ വണ്ടി വരുമ്പോൾ എന്തെങ്കിലും ചെയ്യും. ഇന്ത്യയിലെ ഏറ്റവും അടിപൊളി ഫോറസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദിക്കാല ഫോറസ്റ്റ് ആണെന്ന്. അപ്പോൾ ശരി, നമുക്ക് സഫാരിയിൽ കാണാം. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഫോറസ്റ്റിലാണ്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഭംഗിയുടെ കാര്യത്തിൽ മാത്രമല്ല, കടുവകളുടെ എണ്ണത്തിലും ഒന്നാം സ്ഥാനത്താണ് ഈ ജിം കോർബറ്റ്. ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ ജിം കോർബറ്റിലെ ദിക്കാല സോൺ 4 മാസം ഇടവേളയ്ക്ക് ശേഷം ടൂറിസ്റ്റുകൾക്ക് ജസ്റ്റ് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിനൊക്കെ എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. ജൂലൈ മുതൽ ഒക്ടോബർ വരെ മഴക്കാലമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ കോർ സോണുകളും ക്ലോസ്ഡ് ആയിരിക്കും. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഫേമസ് ആയ ആംഗ്ലോ ഇന്ത്യൻ ഹണ്ടറായിരുന്നു ജിം കോർബറ്റ്. അങ്ങനെയാണ് ഇവിടുത്തെ ഫോറസ്റ്റ് കൺസർവേഷൻ്റെ മുഖ്യ പങ്കും വഹിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് ഈ നാഷണൽ പാർക്കിന് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന പേര് വന്നത്. ഇവിടുത്തെ ഈവനിങ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ 1 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിനുള്ളിലുള്ള നമ്മുടെ സ്റ്റേയിൽ ലഗേജ് എല്ലാം വെച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ ഈവനിങ് സഫാരി സ്റ്റാർട്ട് ചെയ്തു. സഫാരി തുടങ്ങിയപ്പോൾ തന്നെ റോഡിൻ്റെ സൈഡിലായിട്ടൊരു കടുവക്കുട്ടി കിടന്നുറങ്ങണമെന്ന് കണ്ടു. മേ ബി കൈതേ കാല് പൊക്കുക എഴുന്നേക്കാനുള്ള പരിപാടിയാണ്. മേ ബി ഏകദേശം 1.5 വയസ്സായ ഒരു മെയിൽ ടൈഗറാണ്. ഇപ്പോഴും അമ്മയുടെ കൂടെയാണ് ഉള്ളത് കേട്ടോ. ഇവിടെയുള്ള എല്ലാ ജീപ്പുകളും ഈ കടുവക്കുട്ടി എണീറ്റ് വരുന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ സഫാരിക്ക് വരുന്ന ചില ഫോറസ്റ്റ് ഗൈഡുമാരുടെ കയ്യിൽ തോക്കും ഉണ്ടാവാറുണ്ട്. കണ്ണു പോക്കതല്ല. കടുവക്കുട്ടി ജസ്റ്റ് ഒന്ന് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പിന്നെ അവിടെ തന്നെ കിടന്നുറങ്ങി. ആ സമയത്ത് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ച് സ്റ്റേയിലോട്ട് പോകുമ്പോഴാണ് ഈ കലീജ് ഫെസ്റ്റിനെ കണ്ടത്. നമ്മുടെ നാട്ടിൽ കാട്ടുകോഴികളൊക്കെ കാണുന്ന പോലെ ഇവിടെ മിക്ക സമയങ്ങളിലും ഈ കലീജ് ഫെസ്റ്റിനെ കാണാറുണ്ട്. ഫോറസ്റ്റിൻ്റെ കോർ സോണിൻ്റെ ഉള്ളിലുള്ള ഒരു പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവിലാണ് നമ്മുടെ സ്റ്റേ ഉള്ളത്. ഈ സ്റ്റേക്ക് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് 5:30-ക്ക് ശേഷം ഈ സ്റ്റേയിലോട്ട് വരുന്ന ഗേറ്റ് അവർ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ 5:30-ക്ക് മുമ്പ് നമ്മൾ ഈവനിങ് സഫാരി തീർത്തിരിക്കണം. സുൽത്താൻ എന്ന് പേരുള്ള ഈ സ്റ്റേയിൽ ഒരു ഹാള്, 2 റൂമും ഒരു കിച്ചനും ഉണ്ട്. നമ്മൾ റൂമിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. രാവിലെ 6:30-ക്ക് നമ്മുടെ സ്റ്റേ എന്നുള്ള ഗേറ്റ് തുറക്കും. പിന്നീട് അത് 10:30-ക്ക് അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ 6:30 മുതൽ 10:30 വരെയുള്ള സമയമാണ് നമ്മുടെ സഫാരി ടൈം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് ദിക്കാല ഫോറസ്റ്റിൻ്റെ അടുത്തെത്തി. അവിടുന്ന് കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇത്. ആനറ ആത്തി ആദ്യം നമ്മളിതൊരു കാട്ടാനയാണെന്ന് വിചാരിച്ചത്. പിന്നീടാണ് അതിൻ്റെ പിന്നാലെ ഒരു പാപ്പാൻ പോകുന്നത് കാണുന്നത്. സംഭവം ഇത് ഫോറസ്റ്റ് പെട്രോളിങ്ങിന് ഉപയോഗിക്കുന്ന ആനകളാണ് കേട്ടോ. സൂര്യൻ്റെ വെളിച്ചം വരുന്നവരെ ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞുകാലത്ത് വരാണെങ്കിൽ ഗ്ലൗസും തൊപ്പിയും ജാക്കറ്റൊന്നും ഇല്ലാണ്ട് ഇവിടെ പുറത്തിറങ്ങാനേ പറ്റില്ല. തണുപ്പൊന്നും എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രേ ബുഷ് ചാറ്റ് നമ്മുടെ വണ്ടിയിൽ തൊട്ടടുത്ത് വന്നിരുന്നു. ഒരു മരത്തിൻ്റെ മുകളിലായിട്ട് തുകടാങ്കുരുവികളുടെ കുറേ കൂടുകൾ കണ്ടു. ഇതെല്ലാം അവർ ഉപേക്ഷിച്ചിട്ട് പോയ കൂടുകളാണ്. ഓരോ സീസണിലും അവർ പുതിയ പുതിയ കൂടുകൾ കെട്ടിക്കൊണ്ടേയിരിക്കും. മാനുകളൊക്കെ കൂളായിട്ട് പുല്ല് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ മാനുകളുടെ അടുത്തേക്ക് ദേ ഒരുത്തം വരുന്നത്. ടൈഗറിൻ്റെ സെൻറ്റ് മാർക്കിങ് ഇതുവരെ കാണാത്തവർക്ക് പ്രോപ്പറായിട്ട് ഞാൻ സെൻറ്റ് മാർക്കിങ് കാണിച്ചു തരാം.
ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ മൂത്രം ഒഴിക്കണേനെ സെൻറ്റ് മാർക്കിംഗ് അഥവാ ടെറിട്ടറി മാർക്കിംഗ് എന്നാണ് പറയുക. ഇത് എൻ്റെ ഏരിയയാണ്, ഈ ഏരിയയിലോട്ട് വേറൊരു ആൺകടവയും കടക്കണ്ട എന്നുള്ളൊരു വാണിംഗ് കൂടി ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. എല്ലാ ജീപ്പുകാരും ഇനി ഈ കടുവ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. നമ്മുടെ കൂടെ വെയിറ്റ് ചെയ്ത് നിന്ന ജീപ്പുകാർക്ക് ബാക്കാണ് കിട്ടിയത്. പക്ഷെ അപ്പുറത്തുനിന്ന് വന്നവർക്ക് അടിപൊളിയായിട്ട് ഫ്രണ്ട് വ്യൂ കിട്ടി. അത് വെള്ളം കില്ലാണോ തിന്നാണ് വെയിലെടുക്കാം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ വണ്ടി വരുമ്പോൾ എന്തെങ്കിലും ചെയ്യും. അത്ര അത് ഈ കടുവ ശരിക്ക് അവിടെ കിടക്കുന്നുണ്ടായിരുന്ന കുറച്ച് ആനപ്പിണ്ടം മണത്ത് നോക്കോ തിന്നോ എന്തോ ചെയ്യായിരുന്നു. നമ്മുടെ ഡ്രൈവർ പറഞ്ഞതനുസരിച്ച് ഇതുപോലുള്ള ആനപ്പിണ്ടങ്ങളിലൊക്കെ മറ്റ് കടുവകളും വന്ന് മൂത്രമൊഴിക്കും. അപ്പോൾ അങ്ങനെ വല്ലത് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്നാണ് പറഞ്ഞത്. ഈ ആനപ്പിണ്ടത്തിലൊക്കെ കുറച്ച് നേരം ഈ ടൈഗർ കിടക്കുകയാണെങ്കിൽ മറ്റ് മൃഗങ്ങൾക്ക് ഈ ടൈഗറിൻ്റെ സ്മെല്ല് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷെ അവരങ്ങനെ ചെയ്യുന്നുണ്ടാവുക. എന്തായാലും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ജീപ്പുകാർക്ക് ടൈഗറിൻ്റെ നല്ല അടിപൊളി വിഷ്വൽസ് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും തൽക്കാലം ബാക്ക് സൈഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ മോർണിംഗ് സഫാരി എല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് തിരിച്ചു പോകാണ്ട് ഇവിടെ അടുത്തുള്ള ഒരു സ്റ്റേയുടെ അടുത്തേക്ക് വന്നു. അതാണ് തിക്കാല ഫോറസ്റ്റ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റേ ഓപ്ഷൻ എടുത്താൽ മാത്രമാണ് നമുക്ക് ഇവിടുത്തെ ജീപ്പ് സഫാരി കിട്ടുള്ളൂ. അതിൽ തന്നെ ഏറ്റവും അടിപൊളി സ്റ്റേ ആണ് ഈ തിക്കാല ഫോറസ്റ്റ്. ഒരാൾക്ക് മാക്സിമം ഇവിടെ 3 നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് വീണ്ടും സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് വേണം വരാൻ. ഇന്ത്യയിലെ ഏറ്റവും അടിപൊളി ഫോറസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദിക്കാല ഫോറസ്റ്റ് ആണെന്ന്. ഒരു സമാധാനത്തിന് വേണമെങ്കിൽ നമുക്ക് പെരിയാർ ഫോറസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ അത് ഇതാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റും കടുവകളാണ്. നമ്മൾ സഫാരിക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ചുറ്റും ടൈഗറിനെ സ്പോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. രാത്രിയൊക്കെ എന്തായാലും ഇവിടെ കടുവ വരും. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂടി 30 റൂമേ ഉള്ളൂ. അതാണെങ്കിൽ പെട്ടെന്ന് ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ തീർന്നു പോകും. അതുകൊണ്ട് പക്ഷേ ഇത്തവണ നമുക്ക് ഇവിടെ കിട്ടിയില്ല, തിക്കാലയിൽ കിട്ടിയില്ല. നമ്മുടെ സ്റ്റേ വേറെ സ്ഥലത്താണ്. ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്, ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടുവ ഇതിൻ്റെ ഉള്ളിലേക്ക് വരില്ല. പക്ഷെ കടുവനെ ഇവിടെ നിന്ന് പുറത്ത് നോക്കിയാൽ കാണാൻ പറ്റും രാത്രിയൊക്കെ. സ്റ്റേയുടെ ഉള്ളിലായിട്ട് കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ലങ്കൂര് മരത്തിൻ്റെ ഇലകളൊക്കെ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ബോണറ്റ് മക്കാക്ക് എന്ന് പറഞ്ഞ കുരങ്ങനെ ഇവിടെ കാണാറില്ല. അതിന് പകരം കാണുന്നത് ഈ ടൈപ്പ് കുരങ്ങന്മാരെയാണ്. മുഖമൊക്കെ കുറച്ച് ചോന്നിരിക്കും. കാട്ട് കള്ളന്മാരാന്ന് വേണമെങ്കിൽ ഇവരെ പറയാൻ കേട്ടോ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തുള്ള ചെറിയ കുഴിയിൽ നിന്ന് എന്തൊക്കെയോ വേസ്റ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. നമ്മുടെ സഫാരി ജീപ്പിൻ്റെ ഉള്ളിൽ ജാക്കറ്റോ ഗ്ലൗസോ ഒന്നും വച്ചിട്ട് പോകാൻ പറ്റില്ല. ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും ഇവർ. 1:30 ഇവിടുത്തെ ദിക്കാല ഫോറസ്റ്റ് ആൻഡ് ഗേറ്റ് തുറന്നു. അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞു ആദ്യം ഇവിടെ അടുത്തുള്ള ഒരു ഗ്രാസ് ലാൻഡ് അവിടേക്ക് പോകാമെന്ന്. ഗ്രാസ് ലാൻഡിൻ്റെ അവിടെ എത്തിയപ്പോൾ ദേ ഒരു കൊമ്പൻ, നല്ല തലയെടുപ്പും നല്ല സൈസുള്ള ഒരു അടിപൊളി കൊമ്പൻ. सेम साइड में दे मे बी फाइट आएगा जस्ट വലിയ കൊമ്പൻ മാത്രമല്ല വേറൊരു ചെറിയ കൊമ്പൻ ഉണ്ടായിരുന്നു. മിക്കതും ഈ ചെറിയ കൊമ്പൻ ഇവിടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ളതായിരിക്കണം. ഈ ചെറിയ കൊമ്പനെ ഓടിപ്പിച്ചിട്ട് വേണം ഈ വലിയ കൊമ്പന് ഈ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ കയറി പറ്റാൻ. ഈ ചെറുതിന് വലിയ ആനനെ ഭയങ്കര പേടിയാണ്. അത് അടുത്തേക്ക് വരുന്തോറും കുട്ടിയാന ഓടിപ്പോവാ ചെയ്യുന്നത്. കുട്ടിയാനെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതിനും അത്യാവശ്യം വലുപ്പമുണ്ട്. പക്ഷെ നമ്മുടെ മറ്റാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ചെറുതായി പോവും. അങ്ങനെ കുറച്ചു നേരം എന്തൊക്കെ ആലോചിച്ച് നിന്നിട്ട് പയ്യതേ അവൻ നമ്മുടെ മുന്നിലോട്ടങ്ങ് വന്നു.
ആദ്യമായിട്ടാണ് ഒരു ആന എൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് നടന്നു വരുന്നത്. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. നിങ്ങൾക്ക് ഈ വിഷ്വൽസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂട്ടാ. ഈ ആനയുടെ ഇടതേ ചെവിക്ക് ചെറിയൊരു മുറിവുണ്ട്. ഏതെങ്കിലും ഫൈറ്റിലൊക്കെ വെച്ച് സംഭവിച്ചതായിരിക്കാം. പൊതുവേ ആനകൾ സഫാരി വണ്ടികൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. പോരെ തന്നെ ഈ ആന മതപ്പാടിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈവർ ഈ ആന പോകുന്ന വഴിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ വണ്ടി സൈഡിലേക്ക് മാറ്റി നിർത്തി. അങ്ങ് ദൂരെയായിട്ട് നമ്മുടെ ചെറിയ ആന വലിയ ആനനെ പേടിച്ച് ഓടിപ്പോണത് കാണാൻ പറ്റുണ്ടാ. അങ്ങനെ ആനകളെയൊക്കെ അവരുടെ വഴിക്ക് വിട്ടിട്ട് നമ്മൾ വീണ്ടും പുതിയ കാഴ്ചകൾ തേടിക്കൊണ്ടേയിരുന്നു. വൈൽഡ് ലൈഫ് മാത്രമല്ല, കുറേ പക്ഷികളെയും നമുക്ക് ദിക്കാല സോണിൽ കാണാൻ പറ്റും. ഈ പക്ഷിയുടെ പേരാണ് സൈബീരിയൻ സ്റ്റോൺ ചെറ്റ്, മലയാളത്തിൽ ചെരൽക്കുരുവി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലൊന്നും അത്ര അധികം കാണാത്തൊരു ടൈപ്പ് പക്ഷിയാണ് ഈ ബ്ലാക്ക് നെക്ഡ് സ്റ്റോർക്ക്. നമ്മൾ ആദ്യത്തെ സഫാരിയിലും രണ്ടാമത്തെ സഫാരിയിലും കടുവകളെ കണ്ടിരുന്നു. പക്ഷെ മൂന്നാമത്തെ സഫാരിയിലാണ് നമ്മൾ ആദ്യമായിട്ട് സാമ്പാർ ഡീറിനെ കണ്ടത്. ഇത്രയധികം കടുവകളുള്ള ഈ കാട്ടിൽ ഈ വലിയ 2 സാമ്പാർ ഡീറിനെ കണ്ടത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ചെറിയൊരു വെള്ളം ക്രോസിങ് കഴിഞ്ഞിട്ട് വേണം ഇതിൽ കൂടെ പോകാൻ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള ചെറിയ വാട്ടർ ക്രോസിങ്ങുകളൊക്കെ ഉണ്ട്. സമയം ഏകദേശം ഒരു 4:30 കാണും. നമ്മളപ്പോൾ ദിക്കാല സോണിലുള്ള കറക്കെല്ലാം നിർത്തി പയ്യെ സ്റ്റേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പോകുന്ന വഴിയുടെ ഒരു സൈഡിലായിട്ട് നമുക്ക് എപ്പോഴും രാംഗംഗ റിവർ കാണാൻ പറ്റും. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ സ്റ്റേ ഏകദേശം എത്താറായപ്പോൾ നമ്മളിത് ഈ ബാർക്കിംഗ് ഡീറിനെ കണ്ടു. നമ്മൾ താമസിക്കേണ്ട സുൽത്താൻ സ്റ്റേ പോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് വേറൊരു സ്റ്റേ ഉണ്ട്. അതിൻ്റെ മുന്നിലാണ് നമ്മൾ ഈ കേഴമാനെ കണ്ടത്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫോറസ്റ്റുകളിലൊക്കെ മിക്കപ്പോഴും പുള്ളിമാനുകളെയും മ്ലാവുകളെയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണാറ്. എന്നാൽ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ കേഴമാനെയാണ്. പക്ഷെ മിക്കപ്പോഴും വീഡിയോ എടുക്കാൻ കിട്ടാറില്ല. കാരണം നമ്മൾ ക്യാമറ എടുത്ത് വരുമ്പോഴേക്കും അവർ ഓടിപ്പോകും. അവർ ഭയങ്കര ഷൈ ആണ്. ആ സ്റ്റേയുടെ അടുത്ത് തന്നെയായിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ റോഡിൽ വെറുതെ ഇരിക്കുന്നുണ്ട്. അവരുടെ കയ്യിലൊക്കെ തോക്കുണ്ട്. സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞേ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഇവിടെ മൊബൈലിന് റേഞ്ച് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ വന്ന് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രി ഫുഡെല്ലാം കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. 6:30 തന്നെ മൂന്നാമത്തെ ദിവസത്തെ മോർണിംഗ് സഫാരിക്കായിട്ട് റെഡിയായി. അപ്പോൾ ശരി, നമുക്ക് സഫാരിയിൽ കാണാം. ഇവിടെ ഇതേപോലെ ഉരുളൻ കല്ലുകൾ നിറഞ്ഞു കിടക്കുന്ന കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവർ പറഞ്ഞതനുസരിച്ച് മഴക്കാലങ്ങളിൽ മണ്ണിടിഞ്ഞും മലയിടിഞ്ഞൊക്കെയാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുന്നത്. ഇതാണ് നമ്മുടെ രാംഗംഗ റിവർ. ജനുവരിക്ക് ശേഷം ഇവിടെ ഒരു പാലം പണിയും ഇതിന് ക്രോസ് ആയിട്ട്. ഇപ്പോൾ ഈ പാലം പൊട്ടിയിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ടൈഗറായ പാർവാലിയുടെ ഒരു ടെറിട്ടറിയാണ് ഇതിൻ്റെ അങ്ങേ സൈഡ്. അത്യാവശ്യം കുറേ ബേർഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ബേർഡിങ്ങിന് പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് ഈ റിവർ സൈഡ്. ഇഷ്ടംപോലെ വെറൈറ്റി പക്ഷികൾ ഇവിടെയുണ്ട്. ഇത്തവണ നമ്മുടെ ജിം കോർബറ്റിലെ സഫാരി എക്സ്പീരിയൻസ്
നമ്മുടെ ടൂർ കോർഡിനേറ്ററും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ കണ്ണനോട് ചോദിച്ചാലോ? നാലാമത്തെ സഫാരിയിലുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ടോട്ടൽ ഞാൻ കണ്ടത് 4 ടൈഗറിനെ കണ്ടു. മര്യാദയ്ക്ക് ഫോട്ടോസ് ഇട്ടെന്ന് വെച്ചാൽ ഫോട്ടോസ് ഇട്ടില്ല, കാണാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഇന്നലെ ഒരു ടസ്കറിനെ കണ്ടു. അത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ്. കാരണം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ട് പോലും എനിക്ക് നല്ലൊരു ടസ്കറിൻ്റെ ഫോട്ടോ ഇതുവരെ കിട്ടിയില്ല. പക്ഷേ ഇന്നലെ അടിപൊളി ടസ്കറിനെ, അത് നല്ല സൈസ്, ബിഗ് സൈസ് വെച്ചാൽ നല്ല തലയെടുപ്പുള്ള ഒരു ടസ്കറായിരുന്നു. നല്ല ഫോട്ടോസും കിട്ടിയിട്ട് വീഡിയോസും കിട്ടി. അതാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ്. ഇപ്പോൾ ടൈഗറിനൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ആ ഒരൊറ്റ ടസ്കറിൻ്റെ പടം തന്നെ ധാരാളമാണ്. കണ്ടില്ലേ? ഇത് പല്ലാസ് ഫിഷീകൾ എന്ന് പറഞ്ഞൊരു പരുന്താണ്. ഇതിന്റെ മലയാളം നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഈ എപ്പിസോഡ് തൽക്കാലം നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ്. ബാക്കിയുള്ള 2 സഫാരിയുടെ വീഡിയോസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.